ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫിദൽ കാസ്ട്രോ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം സ്വന്തം ജീവിതത്തെ വിപ്ലവത്തിൻ്റെ വീര്യേതിഹാസമായി മാറ്റിയ ധീര നായകരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പ്രമുഖമായൊരു പേരാണ് ഫിഡൽ കാസ്ട്രോവിൻ്റേത്. ഇതിൽ നമ്മുടെ കാലത്ത് ഇങ്ങേയറ്റം അടുത്ത് നിന്ന വ്യക്തിത്വമാണ് ഫിഡലിൻ്റേത് എന്നത് നമുക്ക് ലഭിച്ച ഒരു സൗഭാഗ്യം തന്നെയാണ്. ഐതിഹാസിക വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ സമാനതയുള്ള മറ്റൊരാൾ ഇതിനിപ്പുറം ലോകത്തെവിടെയുമില്ല എന്നത് തന്നെയാണ് വസ്തുത. ഈയൊരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് ഫിദൽ കാസ്ട്രോവിൻ്റെ ഉന്നതമായ മഹത്വവും അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിക്കുന്ന അഗാധമായ നഷ്ടവും നമുക്ക് ബോധ്യപ്പെടുക. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ലോകത്തനേകമുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രങ്ങളും കുറേ ഉണ്ടായിരുന്നു. ഇത് രണ്ടിനെയും, സ്വതന്ത്ര രാഷ്ട്രങ്ങളായാലും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളായാലും, ഈ രണ്ടിനെയും സംഹരിക്കാൻ വ്യഗ്രത പൂണ്ടായിരുന്നു ലോക സാമ്രാജ്യത്വം നടന്നിരുന്നത്. ആ ഘട്ടത്തിൽ ആ സാമ്രാജ്യത്വത്തെ ഏതെങ്കിലും തരത്തിൽ വിറപ്പിക്കാൻ പോരുന്ന ഒരു ആയുധവും കാസ്ട്രോവിൻ്റെയോ ക്യൂബയുടെയോ കയ്യിലുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ക്യൂബയാണെങ്കിൽ വളരെ ചെറിയൊരു രാഷ്ട്രം, ജനങ്ങൾ വളരെ ചുരുക്കം. ഇപ്പോൾ സാമ്പത്തികമായി നോക്കിയാലും സൈനികമായി നോക്കിയാലും സാമ്രാജ്യത്വത്തോട് ഏറ്റുമുട്ടി സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാനുള്ള ശക്തി ക്യൂബക്കുണ്ട് എന്ന് ആരും പറയില്ല. പക്ഷേ വിജയിച്ചതാര്? ക്യൂബ വിജയിച്ചു. ക്യൂബക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ആ ചരിത്രം, ക്യൂബയുടെ ആ ചരിത്രം ലോകവിസ്മയങ്ങളിൽ ഒന്നാണ്. ക്യൂബക്കും കാസ്ട്രോക്കും ഇത് എങ്ങനെ നേടാൻ കഴിഞ്ഞു? ലോകം അത്ഭുതത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. ആ ചോദ്യത്തിന് ശാസ്ത്രീയതയുള്ള ഒരു രാഷ്ട്രീയ ദർശനം, അതിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത, അതോടൊപ്പം അചഞ്ചലമായ രാഷ്ട്രീയ ഇച്ഛാശക്തി, ഇതിനെല്ലാം ഉള്ളതിന് അപ്പുറം ശക്തിയോ മൂർച്ചയോ ഒരു ആയുധത്തിനുമില്ല എന്നാണ് തെളിയിക്കപ്പെട്ടത്.
ഇതായിരുന്നു ഫിദലിൻ്റെയും ക്യൂബയുടെയും ഏറ്റവും വലിയ മൂലധനം. ഒരുവിധ വിഭാഗീയതക്കും വഴങ്ങാതെ ഒറ്റക്കെട്ടായി ഒരു ജനത നിലനിന്നു വന്നതാണ് പ്രത്യേകത. ബഹുമാനായ സ്പീക്കറുടെ അനുഭവം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഈ ജനതയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന ഒരു നേതൃത്വം അവിടെയുണ്ടായി. ഇതൊക്കെ ഉണ്ടായാൽ ഒരു നാടിൻ്റെ ജയത്തിനും അതിജീവനത്തിനും പിന്നെ എന്താണ് വേണ്ടത്? വളരെ പ്രസക്തമായ ഈ ചോദ്യമാണ് സ്വന്തം ജീവിതം കൊണ്ട് ഫിദൽ കാസ്ട്രോ തെളിയിച്ച് കാട്ടിയത്. അത് ലോകത്തിനാകെ, പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് വിധേയമായി സ്വത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കാകെ വിലപ്പെട്ട ഒരു പാഠമാണ് നൽകുന്നത്. വിധേയമാകാതെ എങ്ങനെ ആത്മാഭിമാനത്തോടെ ഉയർന്നു നിൽക്കാം? കീഴടങ്ങാതെ എങ്ങനെ പൊരുതി അതിജീവിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാസ്ട്രോയും ക്യൂബയും ലോകത്തിനു മുന്നിൽ തുറന്നു വച്ചത്. ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ബദലില്ല എന്ന നിലക്കുള്ള മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യത്തിന് ബദലുണ്ട് എന്ന നിലക്കുള്ള മറുമുദ്രാവാക്യം കൊണ്ട് മറുപടി നൽകിയ ഫിദൽ കാസ്ട്രോ വെറുമൊരു മുദ്രാവാക്യം ഉയർത്തുക മാത്രമായിരുന്നില്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ബദലിൻ്റേതായ പ്രായോഗിക രൂപം മുന്നോട്ട് വെക്കാൻ സാധിച്ചു. അതാണ് ഇവിടെ ബഹുമാനായ സ്പീക്കർ ചൂണ്ടിക്കാണിച്ച ബേങ്കോ സെൽഡോ എന്ന പേരിൽ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ബദൽ ലോക ബാങ്ക്. ഇതിൽ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ കാസ്ട്രോവിൻ്റെ പിന്നിൽ ഒരു ചരടിൽ അണിനിരന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. എല്ലാം ലോക ബാങ്കിൻ്റെ അധീനതയിലാവട്ടെ എന്നായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ കൽപ്പന. അതിന് ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾ അതിന് ബദൽ സൃഷ്ടിക്കും എന്ന കാഴ്ചപ്പാടോടെയാണ് ബദൽ പ്രാവർത്തികമാക്കിയത്. ഇവിടെ സാമ്രാജ്യത്വം അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ പ്രധാനമായ നില സ്വീകരിക്കാറുള്ളത് അവരുടേതായ വാർത്താ ഏജൻസികൾ വഴിയുള്ള പ്രചരണത്തിലൂടെയാണ്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ ലോകത്തിലെ വാർത്താ വിഭാഗത്തിൽ 95% കൂടുതൽ സാമ്രാജ്യത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നവയാണ് എന്നതാണ് വസ്തുത. അവിടെയാണ് വാർത്താധിപത്യം ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് ബദൽ എന്ന നിലയിൽ ടെലിസൂർ പോലുള്ള പുത്തൻ സംരംഭങ്ങൾ, ബദലായിട്ടുള്ള
അന്താരാഷ്ട്ര വാർത്താക്രമം സ്ഥാപിക്കുന്നതിന് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരികയും ഫിഡൽ കാസ്ട്രോ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സാമ്രാജ്യത്വം ലോകമാകെ തങ്ങളുടെ വരുതിക്ക് കീഴിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രങ്ങൾ അതിന് ബദലായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെറുത്തു നിൽക്കാൻ തയ്യാറായ ഘട്ടത്തിൽ ഒരു രാഷ്ട്രസഖ്യം ഉടലെടുക്കണമെന്ന ആശയം അവിടെ രൂപം കൊണ്ടു. അതിൻ്റെ ഭാഗമായാണ് അൽബ എന്ന രാഷ്ട്രസഖ്യം രൂപം കൊള്ളുന്നത്. കൃത്യമായ വ്യക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ ബദൽ രാഷ്ട്രീയ യോജിപ്പുകൾ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാവുകയായിരുന്നു. അതിലെല്ലാം ഫിഡലിൻ്റെ നേതൃത്വം ആർക്കും കാണാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ അല്ലാതായി. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയേറ്റു. ഇനി മുതലാളിത്തം മാത്രം എന്ന മുദ്രാവാക്യവുമായി അമേരിക്കൻ സാമ്രാജ്യത്വം മുന്നോട്ട് വന്നു. ഏകധ്രുവ ലോക സിദ്ധാന്തവുമായി എല്ലാ രാഷ്ട്രങ്ങളെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അവരാരംഭിച്ചു. ആ ഘട്ടത്തിൽ സോഷ്യലിസം അല്ലെങ്കിൽ മരണം എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യലിസത്തിൻ്റെ കരുത്തുറ്റ സംരക്ഷകനായി ഫിഡൽ കാസ്ട്രോ നിലകൊള്ളുകയുണ്ടായി. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ആ രാഷ്ട്രം, ചെറിയ കൊച്ചു ക്യൂബ, തുടർച്ചയായ സാമ്രാജ്യത്വ ഉപരോധങ്ങളാണ് നേരിടേണ്ടി വന്നത്. രാഷ്ട്രത്തലവനായ ഫിഡലിന് 600-ലേറെ വരുന്ന വധഭീഷണികൾ, അതും CIA അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ച വധശ്രമങ്ങൾ, ഇതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ക്യൂബയും കാസ്ട്രോയും നടത്തിയ അതിജീവനം, അത് അതിജീവനങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ചരിത്രമായി മാറിയതാണ്. ഇത്തരമൊരു നിലപാട് ക്യൂബയും ഫിദലും സ്വീകരിച്ചപ്പോൾ പിൽക്കാലത്ത് 1 ഡസനോളം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ പ്രത്യേകത എല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളുകളായി നിൽക്കുകയായിരുന്നു. അവരുടെ ചൂഷണത്തിന് വിധേയമായി നിൽക്കുകയായിരുന്നു. ആ രാഷ്ട്രങ്ങൾ സോഷ്യലിസ്റ്റ് ആശയം സ്വീകരിച്ചുകൊണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, വ്യക്തമായ ഇടതുപക്ഷ നിലപാടോടെ പ്രവർത്തിക്കാൻ തയ്യാറായി. അതിനെല്ലാം ഈ മഹാസ്തംഭത്തിൻ്റെ സാന്നിധ്യം ഇടയാക്കിയിരുന്നു എന്നത് ആർക്കും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ ശ്വാസം മുട്ടിക്കുന്നതിനായിരുന്നു. ആവർത്തിച്ചുള്ള വധഭീഷണികൾ, സംഹാരാത്മകമായ സൈനിക നീക്കങ്ങൾ, ഇവയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കാകെ നേതൃത്വം നൽകിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ മൂക്കിന് താഴെ ഈ ചെറിയൊരു രാഷ്ട്രം
ആത്മാഭിമാനത്തിൻ്റെ പതാക പാറിപ്പറത്തിക്കൊണ്ട് നിലകൊണ്ടത്. ആ അതിജീവനം സമാനതകൾ ഇല്ലാത്തത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിനും സ്വാശ്രയത്വത്തിനും വേണ്ടിയുള്ള ഏത് നീക്കത്തെയും നാം പരിശോധിക്കുമ്പോൾ ക്യൂബയുടെ ഈ നീക്കങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏതൊരു നീക്കത്തിനും പ്രചോദനം നൽകും എന്നതാണ് കാണാൻ കഴിയുന്നത്. ബാറ്റിസ്റ്റയുടെ സ്വച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഗറില്ല പോരാട്ടങ്ങളിലൂടെയാണ് ആ സ്വച്ഛാധിപത്യ ഭരണക്രമത്തെ തകർത്തെറിയാനുള്ള ധീരോദാത്തമായ നീക്കം കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അങ്ങനെയാണ് ക്യൂബയെ മോചിപ്പിച്ചെടുക്കുന്നത്. ക്യൂബയെ, ആ രാഷ്ട്രത്തെ, എല്ലാവിധ ദൗർബല്യങ്ങളും നിലനിന്നിരുന്ന ചെറിയൊരു രാഷ്ട്രം, മഹാശക്തൻ അതിനെതിരെ നിലകൊള്ളുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ സാമ്രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാൻ നടത്തിയ പോരാട്ടങ്ങളുടെ രണ്ടാം ഘട്ടമാണ് പിന്നീട് ലോകം കണ്ടത്. അങ്ങനെ നോക്കിയാൽ ഫിദൽ കാസ്ട്രോവിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്രമം എന്താണെന്ന് അറിഞ്ഞിട്ടേയില്ല എന്നതാണ്. മാത്രമല്ല, വിശ്രമം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുമില്ല. അനശ്വര വിപ്ലവകാരി ചേ ഗുവേരയുമായുള്ള ഒത്തുചേർന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ, ഗ്രാൻമയിൽ കടൽ വന്ന് നടത്തിയ, കടൽ കടന്നുകൊണ്ട് വന്നെത്തിയുള്ള മുന്നേറ്റങ്ങൾ, മോൺഗാദ മിലിറ്ററി ബാരക് ആക്രമിച്ച സംഭവം, സഹോദരൻ റൗളുമൊത്ത് തോളോട് തോൾ ചേർന്ന് നടത്തിയ ഗറില്ല പോരാട്ടങ്ങൾ, ഐസനോവർ മുതൽ ബുഷ് വരെയുള്ളവരുടെ സാമ്രാജ്യത്വ ഉപജാപങ്ങളെ നേരിടൽ, അങ്കോള, മൊസംബിക്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെ കോളനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നൽകിയ സൈന്യ സഹായം, ചേരിചേരാ പ്രസ്ഥാനത്ത് നൽകിയ അചഞ്ചലമായ നേതൃത്വം, പശ്ചിമാർദ്ധഗോളത്തിലെ പ്രഥമ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയം കുറിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വിപ്ലവ വിമോചന മുന്നേറ്റങ്ങൾക്ക് നൽകിയ പ്രചോദനം. ഇങ്ങനെ പരിശോധിച്ചാൽ അവിശ്രമ പരിശ്രമങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അനന്തമായ ശൃംഖലയായിരുന്നു ഫിഡൽ കാസ്ട്രോവിൻ്റെ ജീവിതം എന്ന് കാണാൻ കഴിയും. മനുഷ്യരാകെ സമഭാവനയോടെ കഴിയുന്ന ഒരു കാലം ലോകത്താകെ ഉണ്ടായി കാണാൻ വേണ്ടി സിദ്ധാന്തത്തെ പ്രയോഗവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ടു പോയി ആ അനശ്വര വിപ്ലവകാരി എന്നും കാണാൻ നമുക്ക് കഴിയും. തൻ്റെ ജീവിതത്തിലുടനീളം ഈ തരത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. സ്വന്തം നാടായ ക്യൂബയെ ബാറ്റിസ്റ്റ ഭരണത്തിൻ്റെ കൊടുംകെടുതികളിൽ നിന്ന് മോചിപ്പിച്ച് സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യ പരിരക്ഷയുടെയും ഭക്ഷ്യ സുരക്ഷയുടെയും വർണ്ണ സമത്വത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹ്യക്ഷേമത്തിൻ്റെയും വികസിതാവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലൊരു പുതിയ വികസന മാതൃക ഫിഡൽ കാസ്ട്രോ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. നമ്മുടെ രാജ്യവുമായി, ഇന്ത്യയുമായി
എന്നും കാസ്ട്രോയുടെ ക്യൂബക്ക് ഒരു സാഹോദര്യ ബന്ധമുണ്ടായിരുന്നു. അത് എന്നും കൂടുതൽ ശക്തിപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്ന കാര്യത്തിൽ വലിയ നിഷ്കർഷ അദ്ദേഹം കാട്ടുകയും ചെയ്തിരുന്നു. നീണ്ട സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലമുള്ളതുകൊണ്ടുകൂടിയാവാം ക്യൂബൻ വിമോചന പോരാട്ടങ്ങളെ എന്നും അനുഭാവപൂർവമാണ് ഇന്ത്യ കണ്ടത്. 1959 കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള ഭരണം ക്യൂബയിൽ വന്നപ്പോൾ ആദ്യം തന്നെ അതിനെ അംഗീകരിച്ച രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുണ്ടായിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ സഖാവും ലോകം കണ്ട അനശ്വര കമ്മ്യൂണിസ്റ്റ് പോരാളിയുമായ ചെ ഗുവേര വീണ്ടും പോരാട്ടത്തിനായി ബൊളീവിയൻ കാടുകളിലേക്ക് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിറങ്ങുന്നതിന് മുൻപ് കാസ്ട്രോ മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അത് ന്യൂയോർക്കിൽ വെച്ച് നെഹ്റുവും കാസ്ട്രോവും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കുള്ള കളമൊരുക്കൽ കൂടിയായി. പിന്നീട് ഇങ്ങോട്ടെന്നും ചേരിചേരാ പ്രസ്ഥാനത്തിന് തലപ്പത്ത് ഒരേ ആശയവും ഒരേ വീക്ഷണവും പങ്കിട്ടുകൊണ്ട് ഇന്ത്യയും ക്യൂബയും ഒരുമിച്ച് നിന്നതാണ് ചരിത്രം. അമേരിക്കൻ ഉപരോധത്തിൽപ്പെട്ട് ക്യൂബ നട്ടം തിരിഞ്ഞ ഘട്ടങ്ങളിൽ പല സഹായങ്ങളും എത്തിച്ച് ഇന്ത്യ ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ചേരിചേരാ പ്രസ്ഥാനത്തെ പൊതുവിൽ സാമ്രാജ്യത്വ സ്വാധീനങ്ങളിൽ നിന്ന് ബഹുദൂരം അകറ്റി നിർത്തുന്നതിൽ കാസ്ട്രോ വഹിച്ച പങ്ക് ചെറുതല്ല. ഒരു ഘട്ടത്തിൽ യൂഗോസ്ലാവിയ, അൾജീരിയ, ഇന്ത്യ, ക്യൂബ ഇവയെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രസഖ്യം തന്നെയായി ഈ കൂട്ടുകെട്ട് വികസിച്ചു വന്നിരുന്നു. അതാകട്ടെ ചേരിചേരാ പ്രസ്ഥാനത്തിന് വൻപിച്ച സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്തു. കേരളം എല്ലാ കാലവും കാസ്ട്രോവിനോടും ക്യൂബയോടുമുള്ള സ്നേഹവായ്പ് മനസ്സിൽ സൂക്ഷിച്ച സംസ്ഥാനമാണ്. 90കളുടെ തുടക്കത്തിൽ സാമ്പത്തിക ഉപരോധത്തിൽ വിഷമിക്കുകയായിരുന്ന ക്യൂബയ്ക്ക് വസ്ത്രവും ആഹാരവും മരുന്നും ഒക്കെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ആഹ്വാനം ദേശീയാടിസ്ഥാനത്തിൽ വന്നപ്പോൾ കേരളീയർ അതിനോട് എത്രമാത്രം ആത്മാർത്ഥമായാണ് പ്രതികരിച്ചിരുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. ബാറ്റിസ്റ്റ സ്വച്ഛാധിപത്യത്തെ നേരിടാൻ ചേയുമൊത്ത് കാസ്ട്രോയും സഖാക്കളും സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ഗ്രാൻമ എന്നാണ്. കേരളീയരാകെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു പേരാണത്. കേരളത്തിലെ പല വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും ഗ്രാൻമ എന്ന പേരിട്ടുകൊണ്ടാണ് നമ്മൾ ആദരം പ്രകടിപ്പിച്ചത് എന്നുകൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ലോകത്തെ വിറപ്പിക്കുന്നതായി പറയപ്പെടുന്ന അമേരിക്കക്ക് 90 കിലോമീറ്റർ മാത്രം അകലെ ഏറ്റവും ഉജ്ജ്വലമായ വെല്ലുവിളി അമേരിക്കക്കുയർത്തി സോഷ്യലിസ്റ്റ് പക്ഷത്ത് ക്യൂബ ഇപ്പോഴും നിലനിൽക്കുന്നത് കാസ്ട്രോയുടെ ദീർഘദർശിത്വമാർന്ന നിലപാടുകൾ കൊണ്ടും അജയ്യമായ ഇച്ഛാശക്തി കൊണ്ടുമാണ്. വിപ്ലവ വീരേതിഹാസത്തിൻ്റെ ധീരപ്രതീകം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ലോകോത്തര മാതൃക, സോഷ്യലിസ്റ്റ് ഭരണാധികാരത്തിൻ്റെ മാതൃകാരൂപം, ഇതെല്ലാമായ ഫിഡൽ കാസ്ട്രോയാണ് സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടത്തിൽ മാർക്സ് ലെനിനിസത്തിൻ്റെ അതിശക്തമായ പ്രചോദകനും പ്രചാരകനുമായി ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നു നിന്നത്.
സമാനതകളില്ലാത്തതാണ് ആ അപൂർവ വ്യക്തിത്വം. ആ അപൂർവ വ്യക്തിത്വത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ഫിദൽ കാസ്ട്രോ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു.